ഹലോ, അങ്ങനെ ജെഇ എക്സാമിൻ്റെ 3 ദിവസം, അതായത് 6 ഷിഫ്റ്റ് എക്സാമുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ 3 ദിവസത്തെ എക്സാമുകളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവലും അതിൽ കുട്ടികൾ സ്കോർ ചെയ്തിട്ടുള്ളതും എല്ലാം നോക്കിക്കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജ് അപ്രോക്സിമേറ്റ്ലി എത്രയായിരിക്കാം. ഓരോ ഷിഫ്റ്റിനും എന്തായാലും വ്യത്യസ്തമാണെന്ന് നമുക്കറിയാലോ. ആൻഡ് 2022, 23, 24 ഷിഫ്റ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഓൾറെഡി എഴുതി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ജെഇ എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തത് നമ്മുടെ 22-ാം തീയതി നടന്ന ഷിഫ്റ്റ് 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫിസിക്സ് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. കുറേ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആക്ച്വലി മോഡറേറ്റ് ലെവലിലേക്ക് എത്തിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും എന്തല്ല അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. എല്ലാം ഡൂവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ലെങ്തി കാൽക്കുലേഷൻസ് വരുമ്പോൾ അതിൽ മിസ്റ്റേക്ക് വരുത്താതെ കറക്റ്റ് ആക്കുക എന്നുള്ളതായിരുന്നു ഫിസിക്സിലുള്ളത്. കെമിസ്ട്രിയിലും അതെ, ഈസിയാണ്. പക്ഷേ ഫിസിക്കൽ കെമിസ്ട്രി കുറച്ച് ട്രിക്കി ആയിരുന്നു. ഏതിൽ ഷിഫ്റ്റ് 1 കാര്യമാണ് ഞാൻ പറയുന്നത്. മാത്തമാറ്റിക്സിൽ ലെങ്തി കാൽക്കുലേഷൻസ് മോഡറേറ്റ്ലി ഡിഫിക്കൽട്ട്. എല്ലാ തവണയും ഇത് തന്നെയാണ് മാത്തമാറ്റിക്സിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഷിഫ്റ്റിൽ പ്രത്യേകിച്ചൊന്നും ചേഞ്ചസ് ഒന്നും ഇല്ല. എന്നാൽ എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 99.9%-ന് 240+ മാർക്ക് 2022 ജനുവരി ഷിഫ്റ്റ് 1 നമുക്ക് ഏകദേശം പറയാം. അതുപോലെ തന്നെ ഇതൊന്നും എക്സാക്ട്ലി അല്ല, അപ്രോക്സിമേറ്റ്ലി ആണ്. 99%-ൽ 185+ വേണ്ടി വരും. 97%-ലാണെന്നുണ്ടെങ്കിൽ 145 വേണ്ടി വരും. 95%-ലാണെങ്കിൽ 110+ വേണ്ടി വരും. 93%-ലാണെങ്കിൽ 105 മുകളിൽ വേണ്ടി വരും. 90%-ലെങ്കിലും കടക്കാൻ 90+ മാർക്ക് നമുക്ക് വേണ്ടി വരും. ഇനി നമുക്ക് അന്നത്തെ ദിവസം തന്നെ നടന്ന ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ആക്ച്വലി ഈസി ആയിരുന്നു, ഫോർമുല ബേസ്ഡ് ആയിരുന്നു. കഴിഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. കെമിസ്ട്രിയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, NCERT ബേസ്ഡ് ആണ്. ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ടില്ല. മോഡറേറ്റ് വിത്ത് റെയർ കോൺസെപ്റ്റ്സ് ആൻഡ് ലെങ്തി കാൽക്കുലേഷൻസ്. മോഡറേറ്റ് ആണ്. ചില ചോദിക്കാത്ത, നമ്മൾ പ്രതീക്ഷിക്കാത്ത 1-2 ഏരിയാസിൽ നിന്ന് മാത്സിൽ ക്വസ്റ്റ്യൻ വന്നു. എന്നാലും ലെങ്തി കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250+, നേരത്തേക്കാൾ കുറച്ചുകൂടെ കൂടി കട്ട് ഓഫ്. അപ്പോൾ എക്സാം ഈസി ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല, കട്ട് ഓഫ് കൂടുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ 190, 150 നിങ്ങൾക്ക് കൃത്യമായിട്ട് നോക്കാം. 95%-ലെങ്കിലും കടക്കാൻ നമുക്ക് 125-ന് മുകളിൽ മാർക്ക് വേണം. ജനുവരി 22 ഷിഫ്റ്റ് 2-ൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി ജനുവരിയിൽ തന്നെ 23 ഷിഫ്റ്റ് 1-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ഈസി ടു മോഡറേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ കെമിസ്ട്രി അഗെയിൻ NCERT ബേസ്ഡ് തന്നെയായിരുന്നു. അതിൻ്റെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. ലെങ്തി കാൽക്കുലേഷൻസ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ് കോൺസെപ്റ്റുകളാണ് ഈ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്, ഈ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. ഓൾറെഡി നമ്മളെല്ലാം പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ വെക്ടറും 3D ജിയോമെട്രിയും ഒക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നിട്ടുള്ളത്. അതിൻ്റെ എക്സ്പെക്റ്റഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 220 ആണ് 99.9%-ൽ വന്നിട്ടുള്ളത്. ലെങ്തി കാൽക്കുലേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ മാത്സിൽ പ്രോബബിളി സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. 185+ ആണ് 99%-ൽ. 95%-ൽ 115+ ആയിരിക്കാം. അതുപോലെ 90%-ൽ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 85+ മാർക്കാണ് 300-ൽ വേണ്ടി വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ജനുവരി 23 ഷിഫ്റ്റ് 2-ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ഈസി ടു മോഡറേറ്റ് ആണ്, ഫോർമുല ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ അഗെയിൻ സിമിലർ പാറ്റേൺ ആണ് എല്ലാം ഫോളോ ചെയ്യുന്നത്. അതുപോലെ മോഡറേറ്റ് ബട്ട് സീംസ് ഡിഫിക്കൽട്ട് അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ്. അതായത് ആദ്യം നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയും എന്നാൽ ഡൂവബിൾ ആയിട്ടുള്ള മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാത്സിലും മെജോറിറ്റി ഉണ്ടായിരുന്നത്. അതിൽ തന്നെ മാത്സ് ടീച്ചേഴ്സ് ഒക്കെ പറയുന്നത് ഒരുപാട് കുട്ടികളോട് ഡെഫിനറ്റ്ലി അവർക്ക് പഠിപ്പിച്ച് കൊടുത്ത സിമിലർ ക്വസ്റ്റ്യൻസ് തന്നെ ഈ വർഷം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ 99%-ൽ അഗെയിൻ 240+ വേണം, 185+ വേണം 99%-ൽ എത്താൻ. അതുപോലെ 95 കടക്കണമെന്നുണ്ടെങ്കിൽ 115 എങ്കിലും വേണം. 90%-ൽ കടക്കണമെന്നുണ്ടെങ്കിൽ 95 മാർക്കിന് മുകളിലെങ്കിലും വേണം. ഇനി 2024-ലേക്ക് വരികയാണെങ്കിൽ ജനുവരി 24 ഷിഫ്റ്റ് 1-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈസി ടു മോഡറേറ്റ് ആണ് ഫിസിക്സ്. ഡിഫറെൻറ്റ് ടോപ്പിക് വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് വന്നു. 24-ാം തീയതിയാണ് നമ്മൾ പ്രതീക്ഷ പോലെ അല്ലാതെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറഞ്ഞു, ഒപ്റ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടി. ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക് വെയിറ്റേജിൽ ഒരു മാറ്റം വന്നത് 24-ാം തീയതിയാണ്. കെമിസ്ട്രിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ന്യൂമറിക്കലായിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ളത് വന്നിട്ടുണ്ടായിരുന്നു. കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു 24th. അതുപോലെ മോഡറേറ്റ് ആൻഡ് വെരി ലെങ്തി കാൽക്കുലേഷൻസ് ആണ് മാത്തമാറ്റിക്സിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെക്റ്റഡ് മാർക്ക് നോക്കുകയാണെങ്കിൽ 99.9%-ന് 240, 99%-ന് 180+, അതുപോലെ 97%-ന് 138+ വേണ്ടി വരും. 95 കടക്കണമെന്നുണ്ടെങ്കിൽ 110 ആൻഡ് 90%-ൽ കിടക്കണമെങ്കിൽ 80+ മാർക്കെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ചും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, താഴേക്കൊക്കെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇനി ജനുവരി 24-ന്റെ ഷിഫ്റ്റ് 2 ആണ് നമുക്ക് ഇതുവരെ നടന്നതിൽ വെച്ചിട്ട് റിലേറ്റീവ്ലി ടഫായിട്ടുള്ള പേപ്പർ എന്ന് പറയാം. ഈസി ടു മോഡറേറ്റ്, മോർ കാൽക്കുലേഷൻസ് ഇൻക്ലൂഡഡ് ആണ്, ബെറ്റർ പേപ്പറാണ്. ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ജനുവരി 24 ഷിഫ്റ്റ് 2-ൽ ഉണ്ടായിരുന്നു. അതുപോലെ കെമിസ്ട്രിയിലേക്കാണെന്നുണ്ടെങ്കിലും അതൊരു ഈസിയർ സൈഡിൽ തന്നെയായിരുന്നു. മാത്തമാറ്റിക്സിലും ലെങ്തി ആയിട്ടുള്ള ഒരു പേപ്പർ തന്നെ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓവറോൾ കട്ട് ഓഫുകൾ താഴേക്ക് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. സോ ജനുവരി 24 ഷിഫ്റ്റ് 2 എഴുതിയ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. 230 മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 99.9%-ൻ്റെ അടുത്തെത്തും എന്ന് എക്സ്പെക്ട് ചെയ്യാം.
അതുപോലെ 99% 175+ ആവാം, 97% 130+, 90% എങ്കിലും കടക്കാൻ 85+ എങ്കിലും മാർക്ക് വരും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ കട്ട് ഓഫുകൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും 24-ാം തീയതി നടന്ന പേപ്പറാണ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ഒരു ഹയർ സൈഡിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാമിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 28-നും 29-നും എഴുതാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാനിക് ആവേണ്ട ഒരു ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഒക്കെ വന്നിട്ടുള്ളത്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത്. പ്രത്യേകിച്ചൊരു ഡ്രാസ്റ്റിക് ചേഞ്ചുകളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം നമ്മുടെ ന്യൂമറിക്കലിൽ 5 എണ്ണാക്കി ചുരുക്കി 10 എന്നുള്ളത് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം. അതുകൊണ്ടൊന്നും വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും പൊതുവെ എന്തിനുണ്ടായിട്ടില്ല, എക്സാമിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓൾ പേപ്പേഴ്സ് കെയിം ആസ് എക്സ്പെക്റ്റഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് യുവർ സ്ട്രാറ്റജീസ്. നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ 1 വർഷം 2 വർഷമൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക, അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി, വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഷിഫ്റ്റുകൾ ഈ പറഞ്ഞ പോലെ തന്നെ വെയിറ്റേജ് മാറി വന്നേക്കാം, ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് മാറി വന്നേക്കാം. അതൊന്നും നമുക്ക് 100% ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. 10 എക്സാം ഉണ്ട്, അതിലെല്ലാം ഒരേപോലെ വരുന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാം, നമ്മുടെ പ്രിപ്പറേഷൻ തന്നെ ചിന്തിച്ച് പോവുക. പിന്നെ ക്വസ്റ്റ്യൻസ് ഓവർ തിങ്ക് ചെയ്യരുത്. 28-ൽ 29 എക്സാം എഴുതാൻ പോകുന്ന ആളുകളോട് തന്നെ പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യരുത്, എക്സാം ടൈമിൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം അനാവശ്യമായിട്ട് ചിന്തിച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ആൻസർ തെറ്റിക്കരുത്. പലപ്പോഴും ഈസി ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ് മോസ്റ്റ് ഓഫ് ദ മെജോറിറ്റി വരുന്നത്. അതുകൊണ്ട് ഇത്രയും ഈസി ആണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും. ഈവൺ ഒരു 9th സ്റ്റാൻഡേർഡ് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരെ നമ്മുടെ കൈനമാറ്റിക്സിൽ നിന്നൊക്കെ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓൺലി ഫോക്കസ് ഇസ് ടു സ്റ്റേ ഹെൽത്തി ആൻഡ് ഗെറ്റ് ത്രൂ ദി എക്സാം. നിങ്ങളുടെ ആ ഡേറ്റിലുള്ള എക്സാം തീരുന്നവരെ പോസിറ്റീവായിട്ടിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. വേറെ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. പ്രാക്ടീസ് ദ 6 പേപ്പേഴ്സ് ആൻഡ് റിവൈസ് ദീസ് കോൺസെപ്റ്റ്സ്. അത് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഈ കഴിഞ്ഞിട്ടുള്ള 6 പേപ്പറുകളും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയമുണ്ട്, 25, 26, 27 ദിവസങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഫൈനലി പറയാനുള്ളത്. നമ്മുടെ എക്സ്പെക്റ്റഡ് മാർക്ക് വേഴ്സസ് പെർസെൻറ്റേജിലാണ്. ഇനി ഓരോ ഷിഫ്റ്റിലും 6 ഷിഫ്റ്റിലും എഴുതിയ കുട്ടികൾ എന്ത് ചെയ്യുക, താഴെ വന്ന് നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എത്ര മാർക്കാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് അത് ഹ്യൂജ് ഹെൽപ്പായിരിക്കും. കാരണം അവർക്കും പ്ലാൻ ചെയ്യാം അവർക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ JEE ആസ്പിറൻസും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ തന്നെ വീഡിയോസുമായിട്ട് നമ്മൾ ഇനി സെഷൻ 2ലേക്കും പോകുന്നതാണ്. സോ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ്.